ടൗൺ ഹാളിലാണ് അതിവൈകാരികമായ കണ്ണു നിറഞ്ഞ് മമ്മൂട്ടിയും മോഹൻലാലും പ്രിയപ്പെട്ട സുഹൃത്തിന്, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്, പ്രിയപ്പെട്ട തിരക്കഥാകൃത്തിന്, ഏറ്റവും പ്രിയപ്പെട്ട വിമർശകന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. രാഗിൻ. തീർച്ചയായും മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ മലയാള സിനിമാ മേഖലയിലെ പ്രമുഖരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ശ്രീനിവാസനെ ഒരു നോക്ക് കാണാൻ, ശ്രീനിവാസനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിരിക്കുന്നു. സത്യനന്ദിക്കാടുണ്ട്, നിറകണ്ണുകളോടുകൂടിയാണ് ഇവരും നിൽക്കുന്നത്. അവരുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സഹപ്രവർത്തകൻ, പ്രിയ കൂട്ടുകാരൻ എന്ന നിലയിലൊക്കെ തന്നെയായിരുന്നു അവർക്ക് ശ്രീനിവാസനുമായിട്ടുള്ള അടുപ്പം. കാരണം ഇവർ ഒരുമിച്ച് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ അത് പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നവയായിരുന്നു. അത്തരം ചിത്രങ്ങളിലൂടെയാണ് ഇരുവരും ഉയർന്നു വരികയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ നിലയിൽ തന്നെ പ്രേക്ഷകരുമായി സംവദിക്കുകയും പ്രേക്ഷകർക്ക് മുന്നിൽ അത്തരം പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയും അണിയിച്ചൊരുക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ വിജയിച്ച താരങ്ങളും വിജയിച്ച സിനിമാ പ്രവർത്തകരും ഒക്കെ തന്നെയായിരുന്നു അവർ ഒക്കെ. എന്തായാലും നിരവധി പേർ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ ടൗൺ ഹാളിന് മുന്നിലേക്കും ക്യൂ ഉണ്ട്. കാരണം അത്രത്തോളം പേർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കണ്ടനാട് വീട്ടിൽ നിന്ന് 1 മണിയോടുകൂടിയാണ് ശ്രീനിവാസന്റെ മൃതദേഹം എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിച്ചത്. ഇവിടെ ആ ഘട്ടം മുതൽ തന്നെ നിരവധി പേർ ഒഴുകിയെത്തിയിരുന്നു. ഇപ്പോഴും ജനത്തിരക്ക് തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ചലച്ചിത്ര ലോകമൊന്നാകെ കൊച്ചി എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവർ മാത്രമല്ല, സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ അടക്കം പ്രമുഖർ മറ്റു മേഖലകളിലുള്ളവരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ശ്രീനിവാസൻ ചലച്ചിത്ര മേഖലയിൽ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. തിരക്കഥാകൃത്ത്, സംവിധായകൻ, നടൻ എന്ന നിലയിലൊക്കെ തന്നെ ശ്രദ്ധ നേടിയ ഒരു ലെജൻഡാണ്. അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലും ഇപ്പോൾ ഒരു സാമൂഹിക വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് അത് അദ്ദേഹം ഉറക്കെ പറയുമായിരുന്നു. ആ നിലപാട് പറയുമ്പോൾ അതിനൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നർമ്മത്തിൻ്റെ മേമ്പോടി ചാലിച്ചുകൊണ്ടാണ് ആ നിലപാടുകളൊക്കെ തന്നെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതുവഴി 2 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം പറയുന്ന ആ ആശയം കേൾക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് വേഗത്തിൽ ഇറങ്ങിച്ചെല്ലുന്നു. അതുവഴി അദ്ദേഹം കൂടുതലായി, അല്ലെങ്കിൽ ആരാണോ അത് കേൾക്കുന്നത് അവർ കൂടുതലായി അത് ചിന്തിക്കുന്നു. ഒപ്പം അദ്ദേഹം ആർക്കും ഒരു വിരോധവും ഉണ്ടാക്കുന്നില്ല. അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നത് എല്ലാവർക്കും ആ ഒരു റെസ്പെക്റ്റും ആ ഒരു കാര്യങ്ങളും കൂടി കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് എല്ലാവർക്കും വലിയ സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹത്തിന്റെ ദൃഷ്ടാന്തമാണ് നമ്മളിപ്പോൾ ഈ അവസാന നിമിഷത്തിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ നിരവധി പേർ ഇവിടേക്ക് ഒഴുകിയെത്തുമ്പോൾ അതിലൂടെ കാണാനും കഴിയുന്നത്. രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ ഇവിടെയുണ്ട്, സിനിമാ മേഖലയിലെ പ്രമുഖരുണ്ട്, അതോടൊപ്പം മറ്റു മേഖലകളിലുള്ളവരൊക്കെ തന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. മലയാള സിനിമയിലെ ലെജൻഡ് എന്ന് പറയാൻ കഴിയുന്ന മോഹൻലാലാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും ഒക്കെ തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. അവരൊരു ഫ്രെയിമിൽ നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പുറത്ത് സത്യനന്ദിക്കാടുണ്ട്. ഇതോടൊപ്പം കുടുംബാംഗങ്ങളൊക്കെ, അതായത് വിനീത് ശ്രീനിവാസനാണെങ്കിലും ധ്യാൻ ശ്രീനിവാസനാണെങ്കിലും ഭാര്യ വിമലയാണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹത്തിന് അടുത്ത് തന്നെയുണ്ട്. എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു നികത്താനാകാത്ത വിടവാണ് ശ്രീനിവാസന്റെ വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാം. കാരണം അത്രത്തോളം സംഭാവന അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട്. ആ സംഭാവനകൾ എന്ന് പറയുന്നത് കേവലം ചെറുതായിരുന്നില്ല, മറിച്ച് ആ രീതിയിൽ തന്നെ കാമ്പുള്ളതായിരുന്നു, കഴമ്പുള്ളതായിരുന്നു. അദ്ദേഹം തിരക്കഥ രംഗത്തേക്ക് എത്തുന്നത് തികച്ചും അവിചാരിതമായിട്ടാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്ന് അവിടെ നിന്ന് എഴുതി തുടങ്ങി ആ ഓരോ തിരക്കഥകളും ആ ഓരോ വിഷയങ്ങളും ആ പ്രമേയങ്ങളും ഒക്കെ തന്നെ മലയാളത്തിന് മുന്നിലേക്ക് അദ്ദേഹം വയ്ക്കുമ്പോൾ അത് പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കയ്പുനീർ അനുഭവിച്ചുകൊണ്ടായിരുന്നു, കുടിച്ചുകൊണ്ടായിരുന്നു. കാരണം ബുദ്ധിമുട്ടുള്ള ജീവിത സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നത്. 1986 കണ്ണൂരിലെ പട്ടിത്ത് ജനിച്ച് കതിരൂരിൽ സ്കൂൾ വിദ്യാഭ്യാസം, അതിനുശേഷം മട്ടന്നൂരിൽ കലാലയ വിദ്യാഭ്യാസം, തുടർന്ന് നേരെ മദ്രാസിൽ പോകുന്നു. മദ്രാസിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിപ്ലോമ പൂർത്തിയാക്കുന്നു. തുടർന്ന് നേരെ മണിമുഴക്കം എന്ന് പറയുന്ന സിനിമയിലേക്ക്, പി.കെ. ബക്കറിന്റെ മണിമുഴക്കം എന്ന് പറയുന്ന സിനിമയിലേക്ക് മണിമുഴക്കത്തിലാണ് ആദ്യമായി ശ്രീനിവാസൻ വേഷമിടുന്നത്. ആ സിനിമ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായ സിനിമകളിലൊന്നാണ്. മലയാള സിനിമയുടെ വളർച്ചയിൽ വളരെ എടുത്തു പറയേണ്ട നാഴികക്കല്ലായ സിനിമകളിലൊന്നാണ് പി.എ. ബക്കറിൻ്റെ മണിമുഴക്കം. അതിൽ വളരെ ചെറിയൊരു വേഷമായിരുന്നു, പക്ഷേ ശ്രദ്ധിക്കപ്പെട്ട വേഷമായിരുന്നു. അത് 1974 1979 പുറത്തിറങ്ങിയ സംഘഗാനത്തിൽ അദ്ദേഹം നായകനായ ആദ്യ ചിത്രമായ സിനിമ മാറി. പിന്നീട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി പലപ്പോഴും ശ്രീനിവാസൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൂടി ഈ സമയത്ത് പറയാം എന്ന് തോന്നുന്നു. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ഒരു മാടപ്രാവിൻ്റെ കഥ, വിധിച്ചതും കൊതിച്ചതും, കെ ജി ജോർജിൻ്റെ മേള, ഈ ചിത്രങ്ങൾ മമ്മൂട്ടിക്ക് വേണ്ടി അന്ന് ശബ്ദം നൽകിയിട്ടുണ്ട് ശ്രീനിവാസൻ. അതിനുശേഷം മറ്റു പലർക്കും ഇപ്പോൾ
പ്രശസ്ത കാഥികൻ, കേരളം കണ്ട ഏറ്റവും വലിയ കാഥികൻ സാംബശിവന് വേണ്ടി അദ്ദേഹം പല്ലാങ്കുഴൽ എന്ന ചിത്രം, ആ ചിത്രത്തിൽ അഭിനയിച്ചപ്പോൾ അത് സാംബശിവന് വേണ്ടി ശബ്ദം നൽകിയിട്ടുണ്ട് ശ്രീനിവാസൻ. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഒരു 8 വർഷത്തോളം അദ്ദേഹം സജീവമാകാൻ സിനിമയിൽ ശ്രമിക്കുന്ന കാലത്ത് എല്ലാവരുമായി പക്ഷേ ഈടുറ്റ ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞു. 84-ൽ ഓടരുതമ്മാവ ആളറിയാമെന്ന സിനിമയ്ക്ക് കഥ എഴുതി, പിന്നീട് തിരക്കഥാകൃത്തായും നടനായും മലയാള സിനിമയിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഒഴിവാക്കാൻ കഴിയാത്തൊരാൾ എന്നതായിരിക്കും ഒരുപക്ഷെ ശ്രീനിവാസൻ്റെ ലോകത്തെക്കുറിച്ച് നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു വാചകം. മോഹൻലാലിനൊപ്പം പ്രധാന വേഷത്തിലെത്തിയ എല്ലാ ചിത്രങ്ങളും മലയാളികൾ സ്വീകരിച്ചു. ഒരു കാലത്ത് മലയാള സിനിമയിലെ ഹിറ്റ് കൂട്ടുകെട്ടായിരുന്നു ഇരുവരുടേതും എന്നത് പ്രത്യേകമായി പറയേണ്ടതില്ല. നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, അക്കരെ അക്കരെ അക്കരെ, വരവേൽപ്പ്, മിഥുനം, ഉദയനാണ് താരം. ഇതിനു മുൻപും ശേഷവും ഇതിനിടയ്ക്കും അനവധി സിനിമകൾ, മമ്മൂട്ടിയുമായും നിരവധി വേഷങ്ങൾ, നിരവധി സിനിമകൾ. ശ്രീനിവാസനുമായി വളരെ ഈടുറ്റ ബന്ധമായിരുന്നു മമ്മൂട്ടിക്കും മോഹൻലാലിനും ഉണ്ടായിരുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ എന്ന സ്റ്റാർ താര പരിവേഷത്തിനൊപ്പം ഉയർത്തപ്പെട്ട വളരെ അപൂർവ നടന്മാർ മാത്രമേ മലയാളത്തിലുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ശ്രീനിവാസൻ. ശ്രീനിവാസന് വിടയേകാനായി ശ്രീനിവാസൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ സത്യൻ അന്തിക്കാടിനൊപ്പം തൊട്ടരികിൽ മമ്മൂട്ടിയും മോഹൻലാലും ഇപ്പോൾ കൊച്ചി ടൗൺ ഹാളിലെത്തി ശ്രീനിവാസന് വിട നൽകുകയാണ്.